ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 2 ആണിത്. ആസ് യൂഷ്വൽ നമ്മളൊരു 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഒട്ടും തന്നെ പഠിച്ചിട്ടില്ല, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മാത്രം പഠിക്കാമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി ഒരു നല്ല ഡെസിഷൻ അല്ല. ലെക്ചേഴ്സ് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ സബ്ജക്റ്റ് കുറച്ചെങ്കിലും, നല്ല രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ചെങ്കിലും ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് പഠിച്ച് ഞാൻ ലൈക്ക് ലിസ്റ്റിൽ വരും അങ്ങനെ വിചാരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമായിരിക്കും. കോമ്പറ്റീഷൻ അത്ര കൂടുതലാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ടെക്നിക്കൽ PSCക്ക്, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ മാക്സിമം നിങ്ങൾ സബ്ജക്റ്റ് എങ്ങനെയെങ്കിലും നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ കാണുക, അല്ലെങ്കിൽ ഓപ്ഷൻസ് നിങ്ങൾക്കുള്ളത് ബിടെക്കിന് നിങ്ങൾ പഠിച്ച നോട്ട്ബുക്ക് വെച്ച് യൂസ് ചെയ്തിട്ടാണെങ്കിലും കുറച്ചൊക്കെ കോൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുക. ബെൻസാറിൻ്റെ, രജപുത്തിൻ്റെ, അതൊക്കെയാണല്ലോ സാധാരണ ബിടെക് ലെവലിൽ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺ എ റിവിഷൻ പർപ്പസ് ആണ്. അതുകൊണ്ട് ഓരോ ഓപ്ഷൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ ഒരു നേച്ചറിലുള്ള ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലെക്ചേഴ്സിൽ 30 hour വീഡിയോസ് ആവട്ടെ. ഇപ്പോൾ ലാസ്റ്റ് FM വന്നിട്ട് 1 hour ക്രോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലെക്ചേഴ്സിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചെറിയതായിട്ടുള്ള എക്സ്പ്ലനേഷനും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: For an inviscid, incompressible, steady flow, the law of conservation of energy is expressed using. Law of conservation of energy എന്നുള്ളത് എവിടെ വന്നാലും നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരേ ഒരു ഇക്വേഷനാണ്, ദാറ്റ് ഈസ് ബെർണൗലീസ് ഇക്വേഷൻ. സ്റ്റഡി ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഇൻവിസിഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫ്ലോയുടെ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ പറയുന്ന ഒരു ഇക്വേഷനാണ് ബെർണൗലീസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബെർണൗലീസ് ഇക്വേഷൻ എന്താ പറയുന്നത്? ദ പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. Among the head losses, the most significant head loss in the laminar pipe flow is due to. പൈപ്പ് ഫ്ലോയിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹെഡ് ലോസസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദർ ഇസ് മേജർ ഹെഡ് ലോസസ് ആൻഡ് ദർ ആർ മൈനർ ഹെഡ് ലോസസ്. സോ മേജർ ഹെഡ് ലോസസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഫ്രിക്ഷനാണ്, ഫ്രിക്ഷണൽ ലോസസ് ആണ്. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻ, ദാറ്റ് ഇസ് ഗ്രാജുവൽ കോൺട്രാക്ഷൻ, സഡൻ കോൺട്രാക്ഷൻ, ദെൻ ഗ്രാജുവൽ എൻലാർജ്മെൻറ്റ്, ഇതെല്ലാം വന്നിട്ട് മൈനർ ലോസസിൽ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും ഫ്രിക്ഷണൽ ലോസസ് ആണ്. പീറ്റോട്ട് ട്യൂബ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ. പീറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത് വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസാണ്. ആക്ച്വലി പറയാൻ വന്നത് വെഞ്ചുറി മീറ്റർ, പീറ്റോട്ട് ട്യൂബ്, ഇതിൻ്റെയൊക്കെ യൂസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് OCR എക്സാം ആയിക്കോട്ടെ, AE എക്സാം ആയിക്കോട്ടെ, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ FM സബ്ജക്റ്റിൽ അറിഞ്ഞിരിക്കേണ്ട ചില ക്വസ്റ്റ്യനുകളാണ്. പീറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത് വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസാണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. നോ പ്രോബ്ലം അല്ല. ഇൻ ഹൈഡ്രോളിക് മോഡലിംഗ് ഓഫ് എ ഫ്ലോ പാറ്റേൺ അറൗണ്ട് എ ബോഡി സബ്മർജ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ദ നോൺ ഡയമെൻഷണൽ നമ്പർ വിച്ച് ഹാസ് ടു be kept the same in the model and the prototype is. ക്വസ്റ്റ്യൻ നല്ലതായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഹൈഡ്രോളിക് മോഡലിംഗ് ചെയ്യുകയാണ്. ഫ്ലോ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എറൗണ്ട് എ ബോഡി വിച്ച് ഇസ് സബ്മർജ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ദാറ്റ് ഈസ് ഫുള്ളി സബ്മർജ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഏത് ഡയമെൻഷണൽ പാരാമീറ്റർ അല്ലെങ്കിൽ നമ്പറാണ് യൂസ് ചെയ്യുന്നത്? ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് റെയ്നോൾഡ്സ് നമ്പറാണ് ഫുള്ളി സബ്മർജ്ഡ് ബോഡീസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സബ്മറൈൻ ആവട്ടെ, എയ്റോപ്ലെയിൻ, അങ്ങനെയൊക്കെ ഉള്ള കേസിൽ. പിന്നെ
പൈപ്പ് ഫ്ലോയുടെ കാര്യം പറയണ്ടല്ലോ. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെയ്നോൾഡ്സ് മോഡൽ ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നത് ഇവിടെയൊക്കെയാണ്. പൈപ്പ് ഫ്ലോ, ഫുള്ളി സബ്മർജ്ഡ് ബോഡീസ്, എയ്റോപ്ലെയിൻ, സബ്മെറൈൻസ് എക്സെട്ര. ഇതൊക്കെയാണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ മോഡൽ ലോയുടെ ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് റെയ്നോൾഡ്സ് നമ്പർ ഓഫ് ദി മോഡൽ must be equal to Reynolds number of the prototype ആയിരിക്കണം. So Reynolds number ആണ് ആൻസർ. Which of the following is not a scalar quantity? അത് സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1 by 1 നമുക്ക് നോക്കാം. എനർജി അല്ല, പവർ അല്ല, കൈനമാറ്റിക് വിസ്കോസിറ്റി അല്ല. സോ ദ ഓപ്ഷൻ മസ്റ്റ് ബി നൺ ഓഫ് ദിസ് ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് none of this. Next question, the depth of center of pressure in a rectangular lamina of height h with one side in the liquid surface is at. Okay, അപ്പോൾ ഒരു റെക്ടാങ്കുലർ ലാമിന ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ലിക്വിഡ് സർഫസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിക്വിഡ് സർഫസ് എങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് ലിക്വിഡ് സർഫസിന് ടച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ഓഫ് ദ സെൻറ്റർ ഓഫ് പ്രഷർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എച്ച് സി പി ഈക്വൽ ടു എച്ച് ബാർ അല്ല, എച്ച് സി പി ആണ്. എച്ച് സി പി ഈസ് ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് ഐ ജി എക്സ് എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എച്ച് ബാർ ആണ്. അപ്പോൾ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് ബാർ എന്ന് പറയുന്നത് ഇവിടെ എച്ച് ഡിവൈഡഡ് ബൈ 2 ആണ്. ഐ ജി എക്സ് എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു സൈഡ് ബി ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ബി എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ഏരിയ ഇസ് ബി ഇൻറ്റു എച്ച് ആണ് ഇൻറ്റു എച്ച് ബൈ 2 ആണ്. അപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ ഇറ്റ് ഇസ് 2h ഡിവൈഡഡ് ബൈ 3 ആണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എച്ച് സി പിയുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ദ സെൻറ്റർ ഓഫ് പ്രഷർ ഇസ് ഈക്വൽ ടു എച്ച് ബാർ വിച്ച് ഈസ് ദി സെൻട്രോയിഡൽ ഡെപ്ത് ഫ്രം ദ ഫ്രീ സർഫസ് പ്ലസ് എച്ച് ജി എക്സ് എക്സ് ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ. അപ്പോൾ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഫ്രീ വോർട്ടെക്സ് മോഷൻ ദ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ദി water particle is proportional to. It is actually the tangential component of the velocityയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഓഫ് എ വാട്ടർ പാർട്ടിക്കിൾ ദാറ്റ് ഈസ് വി എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാണ്. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ ആർ ആണ് ഇൻ കേസ് ഓഫ് എ ഫ്രീ വോർട്ടെക്സ് ഫ്ലോ. ഇത് തെറ്റിക്കാതെ ഇരിക്കുക. ഫോഴ്സ്ഡ് വോർട്ടെക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ്ഡ് വോർട്ടെക്സിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ഫോഴ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടാണ് റൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇൻ കേസ് ഓഫ് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോയിൽ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ആർ ആണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു സ്മോൾ ആർ ആണ്. അപ്പോൾ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് ഇൻ കേസ് ഓഫ് എ ഫോഴ്സ്ഡ് വോർട്ടെക്സ്. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഫ്രീ വോർട്ടെക്സ് ആണ്. സോ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1 ഡിവൈഡ് ബൈ ആർ, അല്ലെങ്കിൽ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഗ്രാഫൊക്കെ വരച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാർസി ഫ്രിക്ഷൻ ഫാക്ടർ ഈസ്. ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. എ കോൺസ്റ്റൻറ്റ്. ഒബ്വിയസ്ലി ഡാർസി ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റേ അല്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ വേരിയബിൾ. ഇത് റിനോൾഡ്സ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സർഫസ് റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോട്ട് എ കോൺസ്റ്റൻ്റ് കറക്റ്റ് ആണ്. സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ബ്ലേഷ്യസ് ഫ്രിക്ഷൻ ഫാക്ടർ. ഇറ്റ് ഈസ് ഓൾസോ വെരി കറക്റ്റ്. സോ ബോത്ത് ബി ആൻഡ് സി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ഹൊറിസോണ്ടൽ ജെറ്റ് through an orifice provided at the bottom of a tank with the water at a level of 4 meter is 4 meter per second. ഓക്കെ, ഒരു ടാങ്കിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു ഒറിഫൈസ് ഉണ്ട്. അപ്പോൾ ഈ ഒറിഫൈസിൽ വാട്ടറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് 4 മീറ്റർ ആയിരുന്നു ഇൻ ദി ടാങ്ക്. ഇതിനകത്തൂടി വാട്ടറിൻ്റെ
വെലോസിറ്റി എന്ന് പറയുന്നത് 4 m/s ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് വിൽ ബി ദ ജെറ്റ് വെലോസിറ്റി വാട്ടർ ലെവൽ ഡ്രോപ്സ് ടു 1 meter. വാട്ടർ ലെവൽ ഡ്രോപ്പ് ചെയ്ത് 1 meter ആവുകയാണെന്നുണ്ടെങ്കിൽ ജെറ്റ് വെലോസിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം വെലോസിറ്റി ത്രൂ ആൻ ഓറിഫേസ് വി ഈസ് ഈക്വൽ ടു CV ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു G ഇൻറ്റു H ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ 4 ക്യാപിറ്റൽ H 4 ആയിരുന്നപ്പോൾ ഇറ്റ് വാസ് വെലോസിറ്റി 4 തന്നെ ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 1 ആവുമ്പോൾ എത്ര വെലോസിറ്റിയാണ് ജെറ്റിന് വരുന്നത്, ഹെഡ് 1 ആവുമ്പോൾ എത്ര വെലോസിറ്റിയാണ് ഹെഡിന് വരുന്നതെന്ന് ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് CV ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2G ഈസ് എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് സെയിം ആയിട്ടുള്ള ഒരു ഒറിഫേസ് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം V1/V2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് H1/H സ്ക്വയർ റൂട്ട് ഓഫ് H2 എന്ന് എഴുതാം. ബാക്കി സെയിം ഒറിഫേസ് തന്നെയാണ്. സോ CVയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. റൂട്ട് 2G ഈസ് ഓൾറെഡി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ V1 എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ ഇറ്റ് ഈസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 meter. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 4 meter ഡിവൈഡഡ് ബൈ V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് 1 V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V2ൻ്റെ വാല്യൂ വി ഗെറ്റ് ഇറ്റ് ആസ് 2 meter/second ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് 2 meter/second. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഹൈഡ്രോളിക് മോഡൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അവിടെ പ്രോബ്ലംസ് ഒന്നും ചെയ്തില്ല, കാരണം പ്രീവിയസ് ഇയറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ്, കോൺസെപ്റ്റ്, കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ ഹൈഡ്രോളിക് മോഡൽ ഓഫ് ദ സ്പിൽ വേ ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ സ്കെയിൽ 1:25. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കെയിൽ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, അതായത് 1:25. സ്കെയിൽ റേഷ്യോ എപ്പോഴും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും തന്നിട്ടുണ്ടെന്നാണ്. ദാറ്റ് ഈസ് 1/25 എന്നാണ് എല്ലാവരും നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സ്പിൽവേ എന്ന് പറയുന്നത് ഒരു ലാർജ് മോഡലാണ്. ഓക്കെ, ലാർജ് സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് മോഡൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഭവമായിരിക്കും. അപ്പോൾ ഈ 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദി മോഡലും, അപ്പോൾ 25 എന്ന് പറയുന്നത് സിൻസ് ദ സ്പിൽ വേ ഈസ് വെരി ലാർജ് ലെങ്ത് ഓഫ് ദ പ്രോട്ടോടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ലെക്ചേഴ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് LR = LP/LM എന്നായിരുന്നു നമ്മൾ ത്രൂ ഔട്ട് പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ എടുത്തു പറഞ്ഞതാണ് LR എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ LR എന്ന് പറയുന്നത് 1/25 = LM/LP. ഇപ്പോൾ സ്പിൽവേ അങ്ങനെ ഒന്നും തരാത്ത കേസിലാണെങ്കിൽ അവർ എടുത്ത് പറയും മോഡൽ, പ്രോട്ടോടൈപ്പ്, സ്കെയിൽ റേഷ്യോ, അങ്ങനെ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. സോ ഇവിടെ സ്പിൽവേ വളരെ വലുതാണ്, മോഡൽ അതുകൊണ്ട് ചെറിയതായിരിക്കണം. അപ്പോൾ നമുക്ക് 1:25 റേഷ്യോ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മോഡൽ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ പ്രോട്ടോടൈപ്പ്, അതായത് ലെങ്ത് ഓഫ് ദ മോഡൽ ഓഫ് ദ സ്പിൽവേ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ സ്പിൽവേ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്ന് നോക്കാം. ഇഫ് ദ പ്രോട്ടോടൈപ്പ് ഡിസ്ചാർജ് ഈസ് 3125 cubic, അപ്പോൾ ഡിസ്ചാർജ് ഓഫ് ദി പ്രോട്ടോടൈപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 3125 ആണ്. അങ്ങനെയാണെങ്കിൽ ദ കറസ്പോണ്ടിങ് ഡിസ്ചാർജ് ഫോർ ദ മോഡൽ ഷുഡ് ബി ടെസ്റ്റഡ് ഈസ്, അപ്പോൾ QM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ QR ഇൻ ടേംസ് ഓഫ് LR പറയുകയാണെന്നുണ്ടെങ്കിൽ വി നോ QR = LR⁻².5 ആണെന്നുള്ളത് നമുക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ QR = LR 1/25 ദി ഓൾ ⁻5 / 2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ ഇറ്റ് ഇസ് 1/5 ദ ഓൾ ⁻5 എന്ന് നമുക്ക് കിട്ടി. QR എന്ന് പറയുന്നത്, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എല്ലാം മോഡൽ ഡിവൈഡഡ് ബൈ പ്രോട്ടോടൈപ്പ് ആണ്. അപ്പോൾ ഓക്കെ, സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതാണ്. QR = QM ഡിവൈഡഡ് ബൈ 3125, ദാറ്റ് ഈസ് QP ആണ്. QR എന്ന് പറയുന്നത് 1/5 5 all raised to 5
1 divided by 5 all raised to 5 is equal to QM divided by 3125 ആണ്. ഓക്കെ, 3125 ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ QM കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ഇറ്റ് ഈസ് 1 ക്യൂമെക്. ഓക്കെ, സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകളിൽ ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളത് നല്ലതായിട്ട് നോക്കുക. സിമ്പിൾ പ്രോബ്ലം ആണ്, ഇത് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സോ ആൻസർ ഇസ് 1 ക്യൂമെക് ആണ്. 5⁵5 എന്ന് പറയുന്നത് 3125 ആണ്. സോ QMൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 1 ക്യൂമെക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഫോർ എ മൗത്ത് പീസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, മൗത്ത് പീസ് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യന് വരുന്നത്. സോ മൗത്ത് പീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതൊരു ടാങ്കാണ്. ടാങ്കിൽ ഒരു ഒറിഫേസ് ഉണ്ടാവും. അപ്പോൾ ഒറിഫേസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പൈപ്പ് പോലെ വയ്ക്കും. അതിന് പറയുന്ന പേരാണ് ദിസ് ഈസ് ദി മൗത്ത് പീസ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ മൗത്ത് പീസ് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം. നമുക്ക് ലാസ്റ്റിൽ നിന്ന് ഓപ്ഷൻസ് തുടങ്ങാം. ഓക്കെ, ടു ഡിക്രീസ് ദ ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ഓറിഫേസ്. മൗത്ത് പീസ് ഓറിഫേസ് കഴിഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു ലോജിക്കില്ല. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ടു ഡിക്രീസ് ദ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. ആക്ച്വലി ഇവിടെ സഡൻ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് കാരണം ലോസ് ഓഫ് ഹെഡ് കുറയ്ക്കുക എന്നുള്ളത് എന്തായാലും അല്ല. നെക്സ്റ്റ് വന്നിട്ട് ടു ഡിക്രീസ് ദ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്. ആക്ച്വലി ഓറിഫേസ് ടാങ്കിൽ നിന്ന് ഓറിഫേസിലേക്ക് കയറി ഓറിഫേസിൽ നിന്ന് ഈ മൗത്ത് പീസിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സഡൻ എൻലാർജ്മെൻറ്റ് എന്തായാലും അല്ല. അപ്പോൾ അതും അല്ല. ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദി ഓറിഫേസ്. മേ ബി ഇത് കറക്റ്റ് ആയിരിക്കാം. കാരണം നമുക്കറിയാം CD വാല്യൂ ഓഫ് ദ ഓറിഫേസ് എന്ന് പറയുന്നത് CD ഓഫ് ദി ഓറിഫേസ് ഇസ് ഈക്വൽ ടു 0.62, അപ്രോക്സിമേറ്റ്ലി 0.61 തൊട്ട് 0.65 വരെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.62 ആണ് യൂഷ്വലി. CD വാല്യൂ ഓഫ് ദ മൗത്ത് പീസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0.855 ആണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എക്സാക്ട് വാല്യൂ, പക്ഷേ അപ്രോക്സിമേറ്റ്ലി 0.85 ആണ്. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഓറിഫേസിൽ നിന്ന് കിട്ടുന്ന ഡിസ്ചാർജ് കുറവായിരിക്കും പക്ഷേ അതിനോടൊപ്പം ഒരു മൗത്ത് പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിസ്ചാർജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ടു ഇൻക്രീസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദ ഓറിഫേസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഓറിഫേസിനകത്ത് ലോസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് CD എന്ന് പറയുന്നത് 0.62 ആയിട്ട് കിട്ടിക്കുന്നത്. നമുക്ക് CD എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഓക്കെ, അതാണ് CD എന്ന് പറയുന്നത്. സോ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ദി ഓറിഫേസ് ഈസ് ലെസ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി മൗത്ത് പീസ്. സോ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദ മൗത്ത് പീസ് കൂട്ടുക എന്നുള്ളതാണ് ഓറിഫേസ് കൂട്ടുക എന്നുള്ളതാണ് ഒരു മൗത്ത് പീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള എയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വാട്ട് പർപ്പസ് എ വെഞ്ചുറി മീറ്റർ ഈസ് യൂസ്ഡ്. ഓ നോ, ഈ ക്വസ്റ്റ്യൻ ഇനി ചോദിക്കരുത്. അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് നല്ലതായിട്ട് അറിയാം. ഇറ്റ് ഈസ് ദി ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ്. സോ ദ ഓപ്ഷൻ ബി ആണ് ആൻസർ. ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്ചാർജ് ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ എ പൈപ്പ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Energy loss due to the friction in laminar flow can be calculated either using Darcy's equation or Hagen-Poiseuille equation where the friction factor is F ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രിക്ഷൻ ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലാമിനാർ ഫ്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വി നോ ദ ഇക്വേഷൻ ദാറ്റ് ഇസ് 64 ഡിവൈഡഡ് ബൈ IRE ആണ്. നമ്മൾ ആദ്യമേ പഠിക്കുന്നത് F ഡാഷ് ആണ്. ദാറ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ദാറ്റ് ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ RE ഇൻ കേസ് ഓഫ് എ ലാമിനാർ ഫ്ലോ, and we know F is equal to 4 times that of the F dash. So the option is option B, 64 divided by RE ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Bernoulli's equation is applicable between any two points is. ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിൽ ബെർണോളിസ് ഇക്വേഷൻ ആപ്ലിക്കബിൾ ആവണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബെർണോളിസ് ഇക്വേഷൻ്റെ അസംഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ് ഇസ് ദ ഫ്ലോ ഷുഡ് ബി സ്റ്റഡി,
irrotational and also incompressible. So the option is the last one, that is steady irrotational flow of an incompressible fluid. A water supply pipeline changes its alignment through a bend when the flow in the pipeline is increased by operating a valve. The flow in the bend is classified as. Okay, അപ്പോൾ ഒരു പൈപ്പ് എന്തായി, പൈപ്പ് ലൈനിൽ നിന്നും പിന്നെ ഒരു ബെൻഡിലേക്കാണ് വാട്ടർ വരുന്നത്. ഇത് പ്ലാൻ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ബെൻഡ്, ബെൻഡിലേക്കാണ് പ്ലാൻ വരുന്നത്. അതായത് ബെൻഡ് വരാമെന്ന് പറഞ്ഞാൽ ദ സ്പേസ് where the water flowing is actually changing. So the fluid properties must change according to the space. Fluid properties അങ്ങനെ സ്പേസിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ obviously it is a non-uniform flow ആണ്. Okay. And also question വേറൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ഫ്ലോ ഇൻ ദ പൈപ്പ് ലൈൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് എ വാൽവ്. അതായത് ഒരു വാൽവ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് സമയാസമയങ്ങളിൽ ഡിസ്ചാർജ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസ്ചാർജ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ടൈമിനനുസരിച്ച് ഡിസ്ചാർജ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അൺസ്റ്റഡി ഫ്ലോ. It represents an unsteady flow. So non-uniform and unsteady flow ആണ് answer. Next question, water flow in a large sized pipes for the large flow rate can be measured using large pipe flow ആണ്. അതുപോലെ തന്നെ ലാർജ് ഡിസ്ചാർജും ആണ് മെഷർ ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് എ വെഞ്ചുറിയോമീറ്റർ. ഓറിഫേസും എൽബോമീറ്ററും എല്ലാം തന്നെ പൈപ്സിൽ ഫ്ലോ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ലാർജ് പൈപ്പും ലാർജ് ഡിസ്ചാർജും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് എ വെഞ്ചുറിയോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in flow through a pipe, the efficiency of transmission under the condition of maximum power transmission is. maximum power transmit ചെയ്യാൻ പറ്റുന്നത് ഒരു പൈപ്പിന് എത്രയാണ്? ഇന്നലെ പഠിച്ചതാണ്. ദാറ്റ് ഈസ് 66.67% ആണ്. The velocity distribution at any section of a pipe for a steady laminar flow is. ഇത് നമ്മൾ ലാമിനാർ ഫ്ലോയിൽ പറയാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഒരുപാട് പ്രാവശ്യം നമ്മൾ വെലോസിറ്റി പ്രൊഫൈൽ വരച്ചു കഴിഞ്ഞതാണ്. സോ പറഞ്ഞു തന്നെയാണ്, പാരബോളിക് ആയിട്ടാണ് പൈപ്പ് ഫ്ലോയിൽ സ്റ്റഡി ലാമിനാർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് പാരബോളിക് ആയിട്ടായിരിക്കും. Which among the following is the ratio between the inertia force and the gravity force? Inertia forceും gravity forceും തമ്മിലുള്ള ratio actually square root of inertia force to gravity force ആയിരുന്നു വരേണ്ടത്. Anyway, the answer is Fruit's number. Next question, Bernoulli's equation deals with the law of conservation of, no doubt it is the law of conservation of energy. Law of conservation of mass വരുന്നത് continuity equation ആണ്. The side slope of superlative wear is generally kept as, no doubt it is 1:4. Types of wear പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, സിപ്പോലേറ്റീവ് വിയർ എടുത്ത് പറഞ്ഞതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ് ഈസ് 1:4. വാട്ട് ഈസ് മെൻ ബൈ ഫ്രൂട്ട്സ് നമ്പർ? ഓൾറെഡി നമ്മൾ കണ്ടതാണ്, പക്ഷേ കറക്റ്റ് ആൻസർ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ദി ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ദി വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെയ്നോൾഡ്സ് നമ്പർ. ആൻഡ് ദ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ആൻഡ് ദ പ്രഷർ ഫോഴ്സ് ഈസ് ഊലേഴ്സ് നമ്പർ. ഈ യു വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഊലേഴ്സ് നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if CD is the coefficient of discharge, CC is the coefficient of contraction, CV is the coefficient of velocity, the which of the following is the correct statement? CD, CV, CC തമ്മിലുള്ള റിലേഷനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നോ ഡൗട്ട് CD is equal to CV into CC. Next question, determine the total pressure on a circular plate of cross-sectional area 1 meter square which is actually it is placed vertically in water in such a way that the center of the plate is 1 meter below the free surface of the water. So it is ഒരു സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, അതിനെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 meter square ആണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter ഫ്രം ദി
ഫ്രം ദ ഫ്രീ സർഫസ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ബാർ ഇൻറ്റു ഏരിയ ആണ്. റോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1000 kg/m³. G is equal to 9.81 h bar directly തന്നിട്ടുണ്ട് 1 into 1. So the answer will be equal to 9810 Newton ആയിരിക്കും. The answer will be 9810 Newton. 9810 Newton ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following pressure in the fluid is below the atmospheric pressure? Below the atmospheric pressure ആണെന്നുണ്ടെങ്കിൽ the pressure is called as a vacuum pressure. Above atmospheric pressure ആണെന്നുണ്ടെങ്കിൽ it is called as a gauge pressure. The pressure that is measured from the datum, it is called as a absolute pressure. ലാസ്റ്റ് പ്രീവിയസ് ഇയറിലും പറഞ്ഞാണ്. പിന്നെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെഷേർഡ് ബൈ യൂസിങ് എ വെഞ്ചുറിമീറ്റർ? ഡിസ്ചാർജ് ആണ് വെഞ്ചുറിമീറ്റർ മെഷർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് റിപ്പീറ്റഡ് ആയിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ പിന്നെ ഇട്ടിരിക്കുന്നത്? ഇത് അത്രയും പ്രാവശ്യം റിപ്പീറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഈസ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഇത് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വിസ്കോസിറ്റിയുടെ വാല്യൂ 0 ആണ്. അതായത് ഫ്രിക്ഷൻ ലെസ് ആണ്. അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെയാണ് ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്ലോ in which the velocities of the liquid particle at all the sections of the pipe or the channel are equal is called as. ഒരു സെക്ഷൻ, ഏതൊരു സെക്ഷൻ എടുത്താലും വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഫ്ലോ ഈസ് കോൾഡ് ആസ് എ യൂണിഫോം ഫ്ലോ. ബോർഡൻ ട്യൂബ് ഗേജ് ഈസ് യൂസ്ഡ് ടു മെഷർ. ബോർഡൻ ട്യൂബ് ഗേജ് എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ മീഡിയം ആൻഡ് ഹൈ പ്രഷർ ഓഫ് വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആ പേരിൽ തന്നെയുണ്ട്. 2 പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്